ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് അഡ്വഞ്ചർ പാർക്കാണ് കേട്ടോ. വാഗമണിലുള്ള അഡ്വഞ്ചർ പാർക്കിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ആദ്യം തന്നെ അവിടെ ഒരു ഇതുണ്ട്. അവിടെ നമ്മൾ ഫീസ് അടക്കണം. 2 വീലർ ആണെങ്കിൽ 2 വീലർ, അല്ലെങ്കിൽ കാറാണെങ്കിൽ ഏത് വണ്ടിയാണെങ്കിലും അതിനനുസരിച്ചുള്ള ഫീസ് അടക്കണം. അത് ഞാനവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് അടച്ചതിന് ശേഷം നമുക്കും ഉണ്ട് കേട്ടോ ഫീസ്. അതും കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ 15 രൂപയും വലിയ ആൾക്കാരാണെങ്കിൽ 25 രൂപയാണ് ഫീസ്. ഇപ്പോൾ പോകുന്ന വഴിക്കുള്ള മലനിരകളും മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉച്ച സമയമായിരുന്നു, എന്നാലും നല്ല മഞ്ഞൊക്കെ ആയിട്ട് നല്ല താഴ്വരയൊക്കെ കണ്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ. കണ്ടിട്ടാണെങ്കിൽ അവിടുന്ന് പോരാനേ തോന്നുന്നില്ല. ഫുള്ള് പച്ചപ്പും എല്ലാമായിട്ട് നല്ല ഒരു എന്താ പറയുക, നല്ലൊരു ഗ്രാമീണ ഭംഗിയായിരുന്നു കേട്ടോ. നമുക്ക് നമ്മൾ കൂടുതലും ടൗണിലൊക്കെ താമസിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഗ്രാമപ്രദേശത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കുള്ളൊരു ഫീലില്ലേ, അതൊരു വല്ലാത്തൊരു ഫീല് തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മളിതേ പാരഷൂട്ട് കണ്ടോ, അതിൽ പാരാ റൈഡിങ് ഉണ്ടായിരുന്നു. അതിൽ 2 പേര് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിതൊക്കെ കാണാനായിട്ട് ഇഷ്ടമാണ്, പക്ഷേ ഇതിലൊക്കെ കയറാൻ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. വെറുതെ പോകുന്നതാണ്, എല്ലാ സ്ഥലങ്ങളും കാണാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നതാണ്. ഒരു സാധനത്തിനകത്ത് ഞാൻ കയറത്തില്ല. കയറുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് ഇത്തിരി പൊക്കമുള്ള ഇതൊക്കെ ഭയങ്കരമായിട്ട് പേടിയുള്ള ആളാണ് കേട്ടോ. പിന്നെ വല്ലവരുമൊക്കെ കയറുന്നതൊക്കെ കണ്ടാസ്വദിക്കാനായിട്ട് ഇഷ്ടമുള്ള ഒരാളും കൂടിയാണ് ഞാൻ. അതുകൊണ്ടാണ് പോകുന്നത്. പിന്നെ സ്ഥലങ്ങൾ കാണാമല്ലോ, നമ്മൾ എല്ലാത്തിനകത്തും കയറണമെന്നൊന്നും ഇല്ലല്ലോ. പിന്നെ സ്ഥലങ്ങളൊക്കെ കണ്ട് നമുക്ക് അതൊക്കെ ആസ്വദിച്ചിട്ട് പോരാമെന്ന് കരുതിയിട്ട് കയറുന്നതാണ്. അവിടെ ഒരുപാട് ഔട്ട്ലെറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഐസ്ക്രീമിൻ്റെയും നല്ല കോഫി ഷോപ്പും ബിരിയാണി സ്പോട്ടും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് ഞങ്ങൾക്ക് വിശമായിരുന്നു. ഞങ്ങൾ 2 ചിക്കൻ ബിരിയാണി വാങ്ങിച്ച് അവിടെ കഴിക്കാനുള്ള സ്ഥലവും ഫുഡിൻ്റെ പ്രൈസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കഴിക്കാനുള്ള സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ ചിക്കൻ ബിരിയാണിയൊക്കെ വാങ്ങിച്ച്, പക്ഷേ ഒരു കാശിനും കൊള്ളത്തില്ലായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. പിന്നെ വിശപ്പ് കാരണം വേറെ കടകളൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ പുറത്തിറങ്ങണം, എന്നാൽ മാത്രമേ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ നല്ല ഉച്ച സമയത്ത് നമുക്ക് വിശപ്പ് അറിയാമല്ലോ. വിശപ്പാണെങ്കിൽ എനിക്ക് പണ്ട് ഇത്തിരി കൂടുതലുള്ള ആളാണ്. അപ്പം നമുക്ക് വിശപ്പിന് ഭക്ഷണം കഴിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വാങ്ങിച്ചു കഴിച്ചു. പിന്നെ അവിടെ ബോട്ട് റൈഡിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്തൊന്നും അതിങ്ങനെ കാലുകൊണ്ട് ചവിട്ടിപ്പോണം. ഞാൻ തേക്കടിയിൽ പോയപ്പോഴത്തേക്ക് കയറി. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് കാലിന് ഭയങ്കര വേദനയായിരുന്നു. ആരെങ്കിലും ചവിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കയറി ഇരുന്ന് പോകാനാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ ഇതിനകത്തൊന്നും കയറാനായിട്ട് എനിക്കിഷ്ടമില്ല. ഇഷ്ടമില്ലാത്തതല്ല, വേദന ഉണ്ടാവുമല്ലോ. പിറ്റേ ദിവസം നമുക്ക് ജോലിക്കൊക്കെ പോകേണ്ടതല്ലേ. നമുക്ക് സ്ഥലം ആസ്വദിക്കാൻ മാത്രം പോരല്ലോ, നമുക്ക് ജോലിക്കും പോകേണ്ട കാരണം ഞാൻ അതിനകത്തൊന്നും കയറിയില്ല കേട്ടോ. എനിക്ക് അതുമല്ല, എനിക്ക് വെള്ളവും ഇത്തിരി പേടിയുള്ള ആളാണ്. പിന്നെ ഇത് കണ്ടോ, പൊക്കത്തിലേക്ക് ഒരു ടവർ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ കയറി ഒരു വിധമൊക്കെ ഞാൻ മുകളിലെത്തി. പക്ഷേ മുകളിൽ ചെന്നപ്പോൾ അതും എനിക്ക് പേടിയായി. താഴത്ത് നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ, വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പതുക്കെ അതിൻ്റെ മുകളിലോട്ട് കയറിയത്. മുകളിലോട്ട് കയറുന്തോറും ഭയങ്കര കാറ്റായതുകൊണ്ട് എനിക്ക് അത്യാവശ്യം പേടിയുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ആടുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യും. അത് എൻ്റെ ഒരു തോന്നലാണോന്നും അറിയത്തില്ല കേട്ടോ. മറ്റുള്ളവർക്ക് അങ്ങനെ പേടിയില്ലാത്തവർ കാണുമല്ലോ, അവർക്കൊക്കെ ഈസി ആയിട്ട് കയറി ആസ്വദിച്ചൊക്കെ പോരാ. എനിക്ക് പക്ഷേ പൊതുവേ പേടിയായതുകൊണ്ടായിരിക്കാം ഇതെനിക്ക് ആടുന്നതായിട്ടൊക്കെ ഫീലായിരുന്നു മുകളിൽ നിന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിനകത്തുനിന്ന് ചാടി ഇറങ്ങി. അവിടെയൊക്കെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് മലനിരകളും എല്ലാം നല്ല സൂപ്പറായിരുന്നു കേട്ടോ. കാണാനൊക്കെ അടിപൊളി സ്ഥലവും എല്ലാം നമുക്ക് ആസ്വദിക്കാനൊക്കെ ഇഷ്ടം പോലെ ഒരേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കാണാം പോയി നിന്ന്. എന്നെപ്പോലുള്ളവർക്ക് കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. പേടിയില്ലാത്തവരാണെങ്കിൽ നമുക്ക് എല്ലാത്തിലും കയറാം. അധികം പൈസയൊന്നുമില്ല കേട്ടോ. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പൈസകളുണ്ട്, പക്ഷേ എന്നാലും വലിയ ചാർജൊന്നുമില്ല. നമുക്ക് കയറി കണ്ട് ആസ്വദിച്ചൊക്കെ പോരാം. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ പൊക്കത്തേക്കൊക്കെ കയറി കേട്ടോ. ഇത് 3ാമത്തെ ഇതാണെന്ന് തോന്നുന്നു. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. അതും കൂടെ കയറിയാലേ നമ്മൾ ഏറ്റവും മുകളിലെത്തത്തുള്ളൂ. 3ാമത്തതിൽ കയറിയപ്പോൾ തന്നെ ഞാൻ ഓർത്ത്, ഇതിലെവിടെയെങ്ങാനും നിന്ന് ഫോട്ടോ എടുത്താൽ മതി. പിന്നെ ഓർത്ത് മുകളിൽ എന്താണെന്ന് അറിയണ്ടേ. എനിക്കാണെങ്കിൽ ഇങ്ങനെ ക്യൂരിയോസിറ്റി ഉണ്ട് കേട്ടോ. എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയാണ് എല്ലാത്തിനകത്തും. പക്ഷേ
എന്നാൽ പകുതി വഴിക്ക് ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് ഇറങ്ങിപ്പോരാനും തോന്നും. മുകളിൽ ചെന്നപ്പോൾ കണ്ട നല്ല വ്യൂ ഒക്കെ കണ്ട നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. എല്ലാം അടിപൊളിയായിരുന്നു. അവിടെ നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് എല്ലാവരും അവിടെയൊക്കെ പോയി നിന്നൊക്കെ എടുത്ത്. പിന്നെ ഞാനും പതുക്കെയൊക്കെ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് പോയൊക്കെ ഞാനും ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ. കുറച്ച് ഫോട്ടോസും വീഡിയോസും കണ്ടില്ലേ, നല്ല രസമില്ലേ കാണാനായിട്ട്. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെയല്ലേ, നല്ല പച്ചപ്പും ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. ഭയങ്കര കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തണുപ്പും എല്ലാം. പുറമേ നല്ല ചൂടാണ്, എന്നാലും കാറ്റടിക്കുന്നത് നല്ല തണുത്ത കാറ്റാണ് കേട്ടോ. നല്ലൊരു അന്തരീക്ഷമുള്ളൊരു കാറ്റായിരുന്നു. മഴയൊന്നും ഇല്ലാഞ്ഞ കാരണം വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ചൂടുണ്ടായിരുന്ന എന്തോ പറയുക, നല്ല ചൂടായിരുന്നു. നമുക്ക് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ആ ചൂട് ഫീൽ ചെയ്യത്തില്ല കേട്ടോ. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ശരീരം മുഴുവൻ പൊങ്ങി. അപ്പോഴത്തേക്കാണ് എനിക്ക് ആ ചൂടിൻ്റെ കാഠിന്യം മനസ്സിലായത്. പിന്നെ എല്ലാം കളർ വ്യത്യാസം വന്ന്. ആദ്യത്തെ ദിവസം വന്നു കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസം ഞാൻ ഫുള്ള് ചുവന്നായിരുന്നു ഇരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കറക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കാണ് എനിക്ക് ചൂടിൻ്റെ ആഘാതം മനസ്സിലായത്. കണ്ടില്ലേ, നല്ല രസമില്ലേ കാണാനായിട്ട്, അടിപൊളിയായിരുന്നു കേട്ടോ. കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വരാനേ തോന്നുന്നില്ല കേട്ടോ. അവിടെയെങ്ങാനും താമസിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷേ വേറൊരു കാര്യം കൂടി എനിക്ക് പേടിയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മലയുടെ താഴത്തൊക്കെ താമസിക്കുമ്പോഴത്തേക്ക് അവിടുന്ന് ഈ ഉരുൾപൊട്ടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാലല്ലേ, അങ്ങനെ പൊട്ടാതിരിക്കട്ടെ, എന്നാലും അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് എനിക്ക് അവിടെ താമസിക്കാനും ഭയങ്കര പേടിയാണ് കേട്ടോ. എനിക്കിങ്ങനെ പോകാനും ആസ്വദിക്കാനും ഒക്കെ ഇഷ്ടമാണ്, പക്ഷെ എന്ത് ചെയ്യാൻ, എനിക്ക് എല്ലാ കാര്യത്തിലും കുറച്ച് പേടിയുള്ള ആളാണ്. കണ്ടില്ലേ, സൂപ്പറല്ലേ, അടിപൊളിയായിരുന്നു. ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അടിപൊളിയായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ എടുക്കാനേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കൂടെ ആരും ഇല്ലായിരുന്നു ഫോട്ടോസൊക്കെ എടുത്ത് തരാൻ. പിന്നെ നമ്മൾ വല്ലവരോടുമൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ചിലപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കേണ്ടത്. പക്ഷേ വേറെ ആരും ഇല്ലായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടെ തനിച്ചാണ് കേട്ടോ പോയത്. എപ്പോഴും നമ്മൾ എന്താ പറയുക, വീട്ടുകാരൊക്കെ ആയിട്ട് പോയാലും നമുക്ക് എൻജോയ് ചെയ്യാനൊന്നും പറ്റത്തില്ല. മക്കളായിട്ട് പോയാലും കുറച്ച് എൻജോയ്മെൻ്റ് ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം വിചാരിച്ച് ഞങ്ങൾ മാത്രം പോയാൽ മതിയെന്ന്. മക്കൾ വരുന്നില്ലെന്നും പറഞ്ഞ്. അത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവും കൂടിയായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ പോയി. പിന്നെ അതേ സൈക്കിൾ റൈഡിങ് ഒക്കെ കണ്ടോ, അതിലും ഒക്കെ കണ്ടോ ഈ കുഞ്ഞു കമ്പി പോലെയൊക്കെ ഇട്ടിട്ട്. എനിക്ക് പൊതുവേ ഞാൻ കയറിയില്ല. ഇത് കണ്ടില്ലേ, ഒരു കൊച്ചിങ്ങനെ മറ്റേ ഇതെന്തുവാ പറയുന്നത്, ഇതിങ്ങനെ മുകളിലോട്ട് പോകും കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ ഇങ്ങനെ വിട്ടപ്പോഴത്തേക്ക് ഞാൻ പേടിച്ചു പോയി. എനിക്കതിൻ്റെ വിട്ടതിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റിയില്ല. ഫോട്ടോ അല്ല, വീഡിയോ എടുക്കണമെന്നൊക്കെ കരുതിയൊക്കെ നിന്നാണ്. പുറകിൽ നിന്നൊക്കെ എടുത്ത് ഫ്രണ്ടിൽ വന്നിട്ട് എടുത്തപ്പോഴത്തേക്ക് അതിങ്ങനെ വിടുമ്പോൾ ചെറിയൊരു ശബ്ദമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഞെട്ടിയിട്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതങ്ങനെ പോയി. അപ്പോൾ അടുത്ത ആളുടെ എടുക്കട്ടെ എന്ന് എഴുതി. എന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടില്ല ഇത് എങ്ങനെയാണ് പോകുന്നതെന്നൊന്നും. അപ്പോൾ എനിക്ക് അതിനുള്ള ആകാംക്ഷ കൊണ്ട് ഞാനിങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ തെറിച്ച് മുകളിലോട്ട് പോയപ്പോഴത്തേക്ക് അത് ഇവരുടെ കരച്ചിലും കൂടെ കേൾക്കാം കേട്ടോ. അത് കാരണം എനിക്ക് പേടിയായിട്ട് ഞാൻ എടുത്തില്ല. രണ്ടുപേരുടെ സൈക്കിളൊക്കെ ചവിട്ടി വരുന്നുണ്ട്. കപ്പിൾസാന്ന് തോന്നുന്നു. ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. കൊള്ളാം. ഈ കൊച്ചാണെങ്കിൽ അങ്ങ് മോളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കൊരു കരച്ചിലുണ്ട് കേട്ടോ. അതങ്ങനെ ആ കൊളുത്തി വെച്ചിരിക്കുന്ന കണ്ടില്ലേ, ആ കൊളുത്താണ് അവർ വിടുന്നത്. പക്ഷേ വിടുമ്പോഴത്തേക്കൊരു ചെറിയ ശബ്ദവും കൂടെ കേൾക്കാം കേട്ടോ.
കണ്ടപ്പോൾ ഞാനൊക്കെ ഞെട്ടിപ്പോയി. ഉണ്ടാ ഇങ്ങനെ പൊക്കി നിർത്തിയിട്ട് ആ കൊളുത്തങ്ങ് വിടും. എല്ലാവരും ആകാംക്ഷയോട് കൊണ്ട് നോക്കിയൊക്കെ നിൽപ്പുണ്ട്. കാണാനും ചെയ്യാനും ഒക്കെ എല്ലാവർക്കും പേടിയാണ്. ഇച്ചിരി ധൈര്യമൊക്കെ ഉള്ളവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. എന്നെയൊക്കെ ഇതിനകത്ത് കയറ്റിയാൽ ഞാൻ വല്ല ഡെഡ് ബോഡിയായിട്ട് വീട്ടിലേക്ക് വരും. കണ്ടില്ലേ? അതാണെങ്കിൽ കറങ്ങിയൊക്കെ പോയി. കരയുന്നുണ്ട് കേട്ടോ പാവം. അവളുടെ ധൈര്യം സമ്മതിച്ചെന്ന് വെച്ചാൽ കാലവർ പറയുന്നുണ്ടായിരുന്നു വിടരുതെന്ന്. അവൾ അങ്ങനെ തന്നെ കാല് കൂട്ടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഞാൻ അവളുടെ അച്ഛനാണെങ്കിലും താഴെ നിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. സൂപ്പർ സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതും പറയാതിരിക്കാൻ വയ്യ കേട്ടോ. പിന്നെ ഇത് അവിടെ ചെയ്യുന്ന പയ്യനാണ് കേട്ടോ. അവൻ നല്ല കൂളായിട്ട് തന്നെ ഊഞ്ഞാലാടുന്ന കണക്ക് ആടിയിട്ടൊക്കെ തിരിച്ചു വന്നു. ആൾക്കാരൊക്കെ കാണിച്ചു കൊടുക്കുമായിരിക്കും, വലിയ കുഴപ്പമില്ലെന്നൊക്കെ. ആൾക്കാരെ കയറ്റാനുള്ള ഒരു ഇതിൽ കയറുന്നതായിരിക്കും. പണ്ട് ഈ സർക്കസുകാരൊക്കെ ഒന്ന് കാണിക്കത്തില്ലേ, അതുപോലെ ആയിരിക്കും. ഇവൻ്റെ കൂളായിട്ട് വിട്ട് പറന്നൊക്കെ പോയിട്ടൊക്കെ തിരിച്ചു വരും. കണ്ടില്ല, അതൊരു സ്വിച്ചാണ് കേട്ടോ. ഇപ്പം അത് സ്വിച്ചങ്ങ് വിടും. അവൻ നല്ല ഹാപ്പിയായിട്ടൊക്കെ ചിരിച്ചോണ്ടൊക്കെ നിൽക്കുന്നു. കണ്ട, അവൻ അതിൽ കിടന്ന് അഭ്യാസമൊക്കെ കാണിച്ച് നല്ല അടിപൊളിയായിട്ട് കറങ്ങിയൊക്കെ പോന്നു. തിരിച്ചും മറിച്ചുമൊക്കെ കറങ്ങുന്നു. അങ്ങനെ അവൻ്റെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇറങ്ങാറായി. ഒരു 5 മിനിറ്റ് സമയം ഉള്ളെന്ന് തോന്നുന്നു. 5 മിനിറ്റ് ഉണ്ടാകുന്നറിയത്തില്ല. അത് പോകുന്ന പോലെ ഇരിക്കും. അതേ 2 കപ്പിൾസ് കൂടെ വരുന്നുണ്ട് കേട്ടോ. സൈക്കിളൊക്കെ ചവിട്ടി ആസ്വദിച്ച് അവർ വരുവാണ്. കഴിഞ്ഞത് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകാനുള്ള വഴിയാണ് കേട്ടോ. നമുക്ക് 2:25 നമുക്ക് ടൈം തന്നിരുന്നത് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനായിട്ട്. അപ്പം ആദ്യം കയറിയവരൊക്കെ അതേ ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്നൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലും കയറാൻ എനിക്ക് ഭയങ്കര പേടിയുണ്ട്. എന്നാലും ഇപ്പോൾ ടിക്കറ്റ് എടുത്ത് പോയില്ലേ, കയറാതിരിക്കാൻ പറ്റിയല്ല. അതിൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് കേട്ടോ ഞങ്ങൾ. അവിടെ ഇരിക്കുവാണ്. ചേട്ടൻ ധൈര്യമൊക്കെ തന്നു. എന്ന് വെച്ചാൽ എന്തുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കയറാം. ഞാൻ പറഞ്ഞ 250 രൂപയല്ലേ, പോട്ടെ, നമുക്ക് പോയാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ്. അല്ലല്ല കുഴപ്പമില്ലടി, അത് ഒരുപാട് പൊക്കത്തിലല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഊഞ്ഞാലാടുന്ന കണ്ട. അത് കഴിഞ്ഞ് കേട്ടോ.
വേറെ ഇനി വരും. അപ്പം അത് നല്ല പൊക്കത്തിൽ തന്നെയാണ് ആടി വരുന്നത്. അപ്പം ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അവിടെ ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറ്റി നിർത്തിയിട്ടുണ്ട് കേട്ടോ. 2:25 ടൈമായവരെയും അങ്ങനെ കയറ്റി നിർത്തിയിട്ടുണ്ട്. ചെരുപ്പൊക്കെ നമ്മളവിടെ ഊരി വെച്ചിട്ട് വേണം കേട്ടോ ഇതിൽ കയറാൻ വേണ്ടിയിട്ട്. ഈ ഊഞ്ഞാലിപ്പോൾ വിടാനുള്ളതാണ് കേട്ടോ. അതിങ്ങനെ പൊക്കി ആ റോപ്പിൽ കൊണ്ടുവന്ന് മുകളിലേക്ക് നിർത്തും, എന്നിട്ടാണ് അത് വിടുന്നത്. എന്തോരം പൊക്കാണെന്ന് നോക്കിക്കേ, കണ്ടാ ഇതിൻ്റെ പൊക്കത്തിൽ വന്ന്. ഓ, ആ ഊഞ്ഞാലിൻ്റെ എന്തോ ഇട്ടിരിക്കുന്ന ടവറിൻ്റെ ആ പൊക്കം വരെ അത് കൊണ്ടുപോയിട്ടാണ് വിടുന്നത്. ധൈര്യമായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ആടി കുഴപ്പമില്ല. ഞങ്ങളങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറി കേട്ടോ. താഴെയുള്ള കാഴ്ചയാണ് ഇത്. അധികം ഇതല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തു കേട്ടോ. പിന്നെ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഞാൻ കണ്ണടച്ച് വെച്ചേക്കുമായിരുന്നു. എനിക്ക് പേടിയായിട്ട് വയ്യായിരുന്നു. വെച്ചാൽ മറ്റേ അന്തന്മാരെ പിടിച്ചോണ്ട് പോകുന്ന പോലെ ഇല്ലേ, സത്യമായിട്ട് ഞാൻ കണ്ണടച്ച് വെച്ചിരിക്കുന്നു. കുറച്ച് അങ്ങ് പോയപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഭയങ്കര നെഞ്ചിടിപ്പൊക്കെ ആയിരുന്നു, ഭയങ്കര പേടി എല്ലാമായിട്ട്. എനിക്ക് എന്തോ ഭയങ്കര പേടിയാണ്. എന്നാൽ കയറാതിരിക്കും, എല്ലാത്തിലും കയറുകയും വേണം. എല്ലാത്തിലും അല്ലേ, എന്നാലും ഇങ്ങനെ ഇച്ചിരി ആഗ്രഹമുള്ള സ്ഥലത്തിലൊക്കെ കയറുകയും വേണം. ഭയങ്കര പേടിയാണ്. കുറച്ചായി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ആ പേടി കുറച്ചും മാറി. എന്നാലും ഞാൻ അങ്ങേയറ്റം വരെ ഞാൻ പോയില്ല കേട്ടോ. തുമ്പത്തി ചെല്ലുമ്പോഴത്തേക്ക് അങ്ങനെ വിട്ടുപോയാൽ എന്ത് ചെയ്യും, അത് കാരണം പോയില്ല. കുറച്ച് അവിടെ കുറേ ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ കനം കൂടുതൽ ചെല്ലുന്നിടത്തല്ലേ, അങ്ങനെ അറ്റത്തേക്ക് നമുക്ക് പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കണ്ണതേക്ക് അടച്ചു വെച്ചേക്കുമായിരുന്നു. കണ്ണാടി വെച്ചിരിക്കുന്ന കാരണം കണ്ണടച്ച് വെച്ചിരിക്കുന്ന അറിയത്തില്ല കേട്ടോ. അതൊരു ഭാഗ്യമായിപ്പോയി. ഇപ്പോഴും കണ്ണടച്ച് തന്നെ വെച്ചേക്കുക. ഇപ്പം പതുക്കെ ഞാൻ കണ്ണ് തുറന്നു വെച്ചാൽ എനിക്ക് എന്തോ കുറച്ച് പേടിയൊക്കെ പോയി കേട്ടോ. കുറച്ച് വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്ത് അങ്ങനെ അടിപൊളിയായിരുന്നു. അവിടെ നിന്നും കാഴ്ചയൊക്കെ കാണാനൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ കണ്ണൊക്കെ തുറന്നു കേട്ടോ. എൻ്റെ കുറച്ചൊക്കെ പേടിയൊക്കെ പോയി, എന്നാലും അതിൻ്റെ ഉള്ളിൽ കുറച്ച് പേടിയുണ്ട്. കണ്ടാ, അടിപൊളിയായിരുന്നു. വീഡിയോസും ഫോട്ടോസൊക്കെ അടിപൊളിയാണ്. ചേട്ടൻ അതിന് ഇടയ്ക്കിടയ്ക്ക് ധൈര്യമൊക്കെ തരും കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ഞാനില്ലേ താഴെ പോയാൽ ഞാൻ ഒരുമിച്ച് ചാടിക്കോളാം എന്നൊക്കെ പറഞ്ഞത് കേട്ടോ. സത്യമാണോ ഇല്ലെന്നൊന്നും എനിക്കറിയാൻ മേല. നീ താഴെ പോയാൽ ഉറപ്പായിട്ടും ഞാനും ചാടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് നെഞ്ചിൽ പിടിച്ചൊക്കെ നോക്കുന്നുണ്ട്. നെഞ്ചിങ്ങനെ പടപട ഇടിക്കുന്നതുകൊണ്ടേ ചേട്ടനാ നമ്മളെ പിടിക്കുമ്പോഴത്തേക്ക് അറിയാമല്ലോ നമ്മുടെ പേടി, അതുകൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കിയതാ. എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങോട്ട് വേഗം അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നു. കണ്ടില്ലേ താഴോട്ടൊക്കെ കല്ലും പാറയൊക്കെ. എന്നാലും കുറേ യാത്രയൊക്കെ എൻജോയ് ചെയ്ത് കേട്ടോ. ഞങ്ങൾ മാത്രമുള്ളത് കൊണ്ടായിരിക്കും. കുറച്ച് യാത്രയൊക്കെ എൻജോയ് ചെയ്ത് നമ്മളുടെ ഈ പ്രായത്തിലൊക്കെ നമ്മൾ പോകണ്ടേ ഇങ്ങനെയൊക്കെ. അത് കുറേ വീട്ടുകാരും എല്ലാവരുമായിട്ടും പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല. എൻജോയ് ചെയ്യേണ്ടത് എൻജോയ് ചെയ്യേണ്ട സമയത്ത് എൻജോയ് ചെയ്യണം.
ഭയങ്കര കാറ്റായിരുന്നു അവിടെ. എന്നാലും അടിപൊളി ആയിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ കിട്ടി. അങ്ങനെ ഞങ്ങളുടെ യാത്രയൊക്കെ ഇതും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഓരോന്നിനകത്തുനിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ വന്ന് ഒരു ഐസ്ക്രീം ഏതാണ്ട് കഴിച്ചതേ ഉള്ളൂ. കണ്ടില്ലേ, അടിപൊളിയല്ലേ? ഗ്ലാസ് ബ്രിഡ്ജ് കാണാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല പളങ്ക് പോലിരുന്ന്. പിന്നെ വന്ന് ചൂടല്ലായിരുന്നു, അതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ഞാൻ ഐസ്ക്രീം മേടിച്ച്. ഞാൻ മേടിച്ച് എന്തുമായിരുന്നു, കിവിയായിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടില്ല. ചേട്ടൻ എന്തുമായിരുന്നു വാങ്ങിച്ചത്? ചേട്ടൻ ബ്ലൂബെറി ഏതാണ്ടാണ് വാങ്ങിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ബ്ലൂബെറി അങ്ങോട്ട് വാങ്ങിച്ച്. അത് ഞാൻ കഴിച്ച്. എന്നിട്ട് ചേട്ടന് പിന്നെ പാവായതുകൊണ്ട് എന്താണെങ്കിലും കഴിച്ചോളും കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ തന്നെ, ഞാൻ മേടിക്കണ സാധനം കൊള്ളത്തില്ലെങ്കിൽ ഉടനെ തന്നെ ഞാനത് അങ്ങോട്ട് കൊടുത്തിട്ട് ഞാൻ ചേട്ടൻ്റെ കയ്യിലിരിക്കുന്ന മേടിച്ച് തിന്നും. അതിലാണ് കണ്ണിൻ്റെ നോട്ടം. അങ്ങനെ ഐസ്ക്രീമും കൂടെ കഴിച്ചു. നമ്മുടെ അഡ്വഞ്ചർ പാർക്കിലെ ആ ഒരു വീഡിയോസൊക്കെ നമ്മുടെ അവസാനിക്കാറായി. നമ്മളങ്ങനെ തിരിച്ചു പോരാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നു. അപ്പോൾ അതിൽ കുറച്ച് വീഡിയോസും ഒക്കെ നമ്മൾ എടുത്താണ് കേട്ടോ. അത് കണ്ടില്ലേ, ഗ്ലാസ് ബ്രിഡ്ജിൽ പിന്നെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പുറത്തും ഉണ്ടായിരുന്നു കേട്ടോ ഒരു ടവറും. നല്ല ഭംഗിയായിരുന്നു. മഞ്ഞൊക്കെ വീഴാൻ തുടങ്ങിയായിരുന്നു, കണ്ടില്ലേ? ചെറിയ മൂടൽ മഞ്ഞൊക്കെ വീണ് നല്ല വെയിലാണെങ്കിലും ആ മഞ്ഞും എല്ലാം ആയിട്ട് നമുക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ കുറേ നമുക്ക് കഫേയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതേ കണ്ടില്ലേ, ഓരോ സ്ഥലത്തും ഇരിക്കാനും പിന്നെ കുറച്ച് പിള്ളേരുടെ പാർക്കും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്ക് കുറേ കളിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ പിള്ളേരില്ലാത്തതുകൊണ്ട് അതിനകത്തൊന്നും നമുക്ക് കയറാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അതിലൊന്നും കയറാതെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കൂടെ വേണം. ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ അവസാനിക്കാറായി. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 1000 നന്ദി.